മുഖ്യമന്ത്രി പദത്തിന് കോൺഗ്രസിൽ ചരട് വലി സജീവം. ഘടകകക്ഷികളുടെ പിന്തുണ ഉറപ്പാക്കാനാണ് നേതാക്കളുടെ ശ്രമം. ഭൂരിപക്ഷം കുറഞ്ഞാൽ മുസ്ലിം ലീഗ് ഉൾപ്പെടെ പ്രധാന ഘടകകക്ഷികളുടെ നിലപാട് നിർണായകമാണ്. അതിനിടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കെ.സി. വേണുഗോപാലിനെ പരോക്ഷമായി പിന്തുണച്ച് അജയ് തറയിൽ രംഗത്തെത്തി. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകളോട് താൽപര്യമില്ല എന്ന് കെ.സി. വേണുഗോപാൽ പ്രതികരിച്ചു. കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അദ്ദേഹം റേസിലുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് ഈ നിമിഷം വരെ അറിയത്തില്ല. അദ്ദേഹം വളരെ ശക്തമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത ആളാണ് കേരളത്തിൽ. ഈ നിമിഷം വരെ അദ്ദേഹത്തിൻ്റെ മനസ്സെന്താണെന്ന് അറിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് AICCയുടെ തീരുമാനം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. അല്ല, അതിപ്പോൾ കേരളത്തിൽ AK ആയിട്ട് 2 പ്രാവശ്യം മുഖ്യമന്ത്രി MLA ആയിട്ടാണ്, EK നായർ മുഖ്യമന്ത്രിയായിട്ട് MLA ആയിട്ടാണ്. MLA അതൊന്നും ഒരു പ്രശ്നമല്ല. കാര്യത്തിൽ കുറേ ആളുകൾ വീട്ടിലിരുന്നു കൊണ്ട് അഭിപ്രായം സ്വരൂപിക്കുന്ന ഒരു അവസ്ഥ കണ്ടുകൊണ്ടിരിക്കുന്നു. അത് PR വർക്കിൻ്റെ ഭാഗമായി, പെയ്ഡ് PR വർക്കിൻ്റെ ഭാഗമായിട്ടുള്ളതുകൊണ്ട് കോൺഗ്രസ് വിരുദ്ധരായ ധാരാളം ആളുകൾ, ചെറുപ്പക്കാർ ഇത് നുഴഞ്ഞു കയറി അതിനകത്ത് കലാപമുണ്ടാക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. അതുകൊണ്ട് സോഷ്യൽ മീഡിയ പറയുന്ന ഒരാളെ പിടിച്ച് മുഖ്യമന്ത്രിയാക്കണം, അല്ലെങ്കിൽ അത് പറയുന്ന ഒരാളെ നേതാവാക്കണം എന്ന അഭിപ്രായം എനിക്ക് പറയാൻ കഴിയില്ല. മുഖ്യമന്ത്രി ചർച്ച നടത്തുന്നവർ നടത്തട്ടെ, എനിക്കതിനകത്ത് യാതൊരു താല്പര്യമില്ല. പാർട്ടി താല്പര്യം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അത് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. വ്യവസ്ഥാപിതമായ മാർഗത്തിലുള്ള അതിപ്പോൾ എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കും. ഋഷിപാൽ വിവരങ്ങളുമായി. ഋഷിപാൽ, എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ കോൺഗ്രസിൽ പുതിയ നീക്കങ്ങൾ? സ്മൃതി, വോട്ടെണ്ണാൻ ഇനി 9 നാൾ മാത്രം. ഈ ഘട്ടത്തിലും കോൺഗ്രസിനകത്ത് മുഖ്യമന്ത്രി പദവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കടുക്കുകയാണ്. അതിനിടയിലാണ് ഘടകകക്ഷികളുടെ പിന്തുണ ഉറപ്പിക്കാൻ നേതാക്കൾ ശ്രമിക്കുന്നത്. അത് കെ.സി. വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, ഒപ്പം VD സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കളെ പിന്തുണയ്ക്കുന്നവരാണ് അങ്ങനെ ചരട് വലി സജീവമാക്കുന്നത്. മുസ്ലിം ലീഗ് ഉൾപ്പെടെ പ്രധാനപ്പെട്ട ഘടകകക്ഷികളുടെ പിന്തുണ VD സതീശനാണെന്ന് VD പക്ഷം അവകാശപ്പെടുന്നുണ്ട്. ഏതായാലും ഭൂരിപക്ഷം കുറവാണെങ്കിൽ മുസ്ലിം ലീഗ് ഉൾപ്പെടെ പ്രധാന ഘടകകക്ഷികളുടെ നിലപാട് നിർണായകമാകും. ഹൈക്കമാൻഡിനെ ഇവർ നിലപാട് അറിയിക്കുമെന്ന പ്രതീക്ഷ എല്ലാ നേതാക്കൾക്കുമുണ്ട്. സാമൂഹ്യ മാധ്യമത്തിലെ പ്രചാരണം ഒരു ഭാഗത്ത് തുടരുന്നുണ്ട്. ഇതൊക്കെ നിയന്ത്രിക്കാനുള്ള ശ്രമം ഇപ്പോഴും കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല. ചർച്ചകൾ തുടരട്ടെ എന്ന അഭിപ്രായമായിരിക്കാം. പക്ഷേ മുതിർന്ന നേതാക്കൾ ഇത്തരം ചർച്ചകൾ മുന്നോട്ട് പോകുന്നത് ഗുണകരമല്ല എന്ന വിലയിരുത്തൽ കൂടിയുണ്ട്. ഋഷിപാലാണ് വിവരങ്ങൾ നൽകിയത്.